ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ആ പേഴ്സൺ നമ്മളോട് എന്താണ് എന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്, ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്ന ഓരോ ചേഞ്ചസും എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവരുമായിട്ടും റെസൊനേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളിത് ഏത് ടൈമിലാണോ കാണുന്നത് അപ്പം മുതലാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. സോ എല്ലാവരും വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, വളരെ ഫ്രീ ആയിട്ട്, വളരെ കാമായി, വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ദുഃഖിതരാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ രണ്ടുപേർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ നിങ്ങളുടെ പ്രോബ്ലംസിൽ നിന്ന് ഓവർകം ചെയ്ത് വരുന്നത് എന്നൊക്കെ നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. പക്ഷേ രണ്ടുപേരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയങ്കര രീതിയിൽ വിഷമിച്ചാണ് രണ്ടുപേരും നടക്കുന്നത്. ആ പേഴ്സൻ്റെ മൈൻഡിലും വളരെയധികം വിഷമങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഈ ഓരോ വിഷമത്തിലോട്ടും നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ആ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് ഉള്ള കാര്യങ്ങളൊക്കെ, നല്ല കാര്യങ്ങളൊക്കെ നടക്കും, ഉടൻ തന്നെ നടക്കുമെന്ന് നിങ്ങൾക്കുള്ളിൽ അറിയും. അതുപോലെ നിങ്ങളുടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നിങ്ങളുടെ പുറകെ തന്നെയുണ്ട് ആ ഇത്രയും നാളും നിങ്ങൾ സങ്കടപ്പെട്ട് നടന്ന് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു അടുത്ത് തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാമെങ്കിലും നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കാതെ നിങ്ങൾ വളരെയധികം ആ ഒരു പേഴ്സൺ വളരെയധികം ദുഃഖിച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിലോട്ട് കൂടുതൽ വന്നാൽ മാത്രമേ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കൂടുതൽ ചിന്തിച്ച് തുടങ്ങത്തുള്ളൂ. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കാതെ അത് നമ്മുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ വളരെ വിഷമിച്ച് നടന്നാൽ നമുക്കവിടെ ഈ ഒരു ഇതിൽ കാണാമെന്ന് വെച്ചാൽ അത് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് പീരീഡത്തേക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നിങ്ങൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു വിഷമവും കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെ വളരെയധികം ഇഷ്ടമുണ്ട്, നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻ പോകുന്നത്. പക്ഷേ ഈ ചെറിയ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഒരു ചെറിയ വിഷമം, അത് പക്ഷേ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വളരെയധികം ബാധിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡിൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വളരെ എന്താണ് പറയുക, വളരെ സന്തോഷത്തോടു കൂടി, വളരെ സ്റ്റേബിളും, വളരെ ഇമോഷണലി സ്റ്റേബിളായിട്ടും, ഭയങ്കര ജീവിതം വളരെ സന്തോഷിച്ചു ആസ്വദിച്ചുമൊക്കെ ഒരു നല്ലൊരു ലവ് റിലേഷൻഷിപ്പൊക്കെ തന്നെ കീപ്പ് ചെയ്യാൻ ഒരുപാട് ഇത് കാണിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ ഇടയിൽ വരുന്ന എല്ലാ ബ്ലോക്കേജസും എല്ലാ കാര്യങ്ങളും മാറ്റി നിങ്ങളെ ഒന്നിപ്പിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നാറുണ്ട്. അതേപോലത്തെ ഒരു റിലേഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുക എന്നും അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ലൈഫിലും മൈൻഡിലുള്ളത് നിങ്ങളെപ്പറ്റി. സോ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയതിൽ വളരെയധികം സന്തോഷവാനാണ്. വളരെ സന്തോഷമായിട്ടുള്ളൊരു ഫാമിലിയാണ് ആ ഒരു പേഴ്സൺ സ്വപ്നം കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളായിട്ടുള്ള ആ ഒരു ജീവിതം എല്ലാം തന്നെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ വളരെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ ഒരു നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ആ പേഴ്സൺ ഒരുപാട് പവറുള്ള ഒരാളാണ്. പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് തരത്തിലും പവറാകാം. ഒരു ജോലി സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ, ഫോർ എക്സാമ്പിൾ, എവിടെ ചെന്നാലും അയാളുടേതായിട്ടുള്ള രീതിയിലൊരു സ്റ്റാൻഡ് ഉറപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ പേഴ്സണിന് നല്ലൊരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആ പേഴ്സണോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക്
നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും നിങ്ങൾക്കൊരു ഡൗട്ടൊക്കെ തോന്നിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഒരു ഫാദർലി ഫിഗർ, അതല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എല്ലാ തരത്തിലും ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരാളാണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലും മെൻ്റലിയും ഫിസിക്കലിയും ഇമോഷണലി എല്ലാ തരത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഒന്നിനോടും ഒരു പേടിയോ ഒന്നും തന്നെ ഇല്ല. എന്ത് കാര്യം ചെയ്താലും വളരെ പോസിറ്റീവായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളോട് ആ പേഴ്സണ് വളരെയധികം, അതായത് നിങ്ങൾ ഒരു ഭയങ്കര വലിയൊരു മാസ്കുലിൻ എനർജി ആയതുകൂടെ കൊണ്ട് തന്നെ നിങ്ങളെ ഭയങ്കര രീതിയിൽ ആ പേഴ്സൺ എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ആ പേഴ്സണ് വളരെയധികം ഈ ഇഷ്ടവും കാര്യങ്ങളും എല്ലാ തരത്തിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ഒരു ഇമോഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളോടുണ്ട്. സോ ഈ ഒരു പേഴ്സൺ എല്ലാ തരത്തിലും നിങ്ങളുടെ ലൈഫിൽ വന്നതിൽ നിങ്ങളും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇന്നേവരെയും കിട്ടാത്ത തരത്തിലുള്ള ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് വളരെ സ്മൂത്തായിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചില എന്തൊക്കെയോ പൊട്ടലും ചീറ്റലൊക്കെ ചില സമയത്തുണ്ട്. പക്ഷേ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല. ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് വെച്ചാൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇത് കാണുന്നുണ്ട്. അത് ആ ഒരു പേഴ്സണെ അത് മേ ബി അഫെയർ ആവണമെന്ന് തന്നെ ഇല്ല. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജീനെ നമുക്കിവിടെ കാണുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആ ഒരു പേഴ്സൺ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ആ ഒരു ഇത് നല്ലതുപോലെ ഈ ഒരു പേഴ്സണെ വലിഞ്ഞ് മുറുകുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളുടെ അടുത്തോട്ട് പോകേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട. അപ്പോൾ അങ്ങനെ ഒരു എനർജി നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ ഉള്ളതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാറുണ്ട്, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തോട്ട് വരണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ളൊരു ലൈഫൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടുന്ന് ആ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന ആ പേഴ്സൺ വല്ലാതെ ബുദ്ധിമുട്ടാണ്. അതിനർത്ഥം ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നല്ല, ഇഷ്ടമുണ്ട്. പക്ഷേ ഈ ഒരു എനർജി നല്ലതുപോലെ വരുന്നുണ്ട് ആ ഒരു പേഴ്സണ്. ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കൈ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ട്. അപ്പോൾ നിങ്ങളും ആ പേഴ്സണെ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ, അതായത് അവിടുന്ന് ഒരു പ്രഷർ വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് പ്രഷറിൻ്റെ ഇടയ്ക്ക് കടന്ന് ഈ ഒരു പേഴ്സൺ വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് പോലും അറിയില്ല. അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ആ ഒരു ആൾ, ഭയങ്കരമായിട്ടും പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും, അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം അല്ല, ഈ രണ്ട് ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങൾ തമ്മിൽ ചെയ്യാൻ പോകുമ്പോൾ ആയിരിക്കാം മറ്റേ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കൈ ഇതിൽ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാം തകർന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ നിങ്ങളെയും വിഷമിപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെയും മേ ബി ഫാമിലിയിലുള്ള ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അവിടെയും വിഷമിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ഈ ഒരു പേഴ്സൺ വല്ലാത്തൊരവസ്ഥയിൽ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ അടുത്തോട്ട്, അതായത് നിങ്ങളുടെ അടുത്തോട്ട് അവർ ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടെ നമുക്ക് വിഷമിപ്പിക്കാനും പറ്റില്ലാത്തൊരു ചില സമയങ്ങളിൽ ചില ഭയങ്കര വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെയും വളരെ സ്ട്രെസ്സിൽ കൂടെയൊക്കെ പോവാറുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് നിങ്ങൾ പുഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതും ഒരു നോർമൽ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനും ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോ ഇതിലും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ചിലപ്പോൾ അത്രയ്ക്കും അതായത് അത്രയ്ക്ക് ക്ലോസ്ലി എന്താ പറയുക, അത്രയ്ക്ക് നല്ലൊരു ബോണ്ടുള്ളൊരു റിലേഷൻ ആയിരിക്കും. അപ്പോൾ അവരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ, ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഓൾറെഡി ഇറിറ്റേറ്റഡ് അല്ല, ഒരു പേഴ്സൺ ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ നമ്മളുമായിട്ട് കൂടുതൽ ഒരു ബുദ്ധിമുട്ട് ആ പേഴ്സണ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തി വളരെയധികം വളരെയധികം വിഷമിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ നിങ്ങളെന്തൊക്കെ ചെയ്താലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തന്നെയാണ് കൂടുതലും കാര്യങ്ങളുമൊക്കെ, നിങ്ങളിലോട്ട് തന്നെയാണ് ആ പേഴ്സണ് താല്പര്യം.
പിന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഈ പേഴ്സൺ ചില സമയത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില പ്രോബ്ലംസൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. ചിലപ്പോൾ ചില സമയത്ത് വളരെ കോൾഡായിട്ടിരിക്കും, വളരെ ഇതായിട്ടിരിക്കും. ചില സമയത്ത് അതിനും കൂടെ വളരെ എക്സൈറ്റഡും വളരെ എനർജറ്റിക്കും ആയിട്ടൊക്കെ ഭയങ്കര പാഷനേറ്റഡ് ആയിട്ടൊക്കെ ഈ ഒരു റിലേഷൻ വ്യക്തി കൊണ്ടുപോകും. പക്ഷെ ചില സമയത്ത് ഒന്നിനും താല്പര്യമില്ലാതെ നോർമൽ രീതിയിൽ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയൊക്കെ പോകും. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ളൊരു ആൾക്കാരാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ പറയുന്നതായിരിക്കാം കൂടുതൽ കേൾക്കുന്നതും ചെയ്യുന്നതും ഒക്കെ, എന്നാൽ കൂടിയും ആ ഒരു എനർജിയുടെ ഒരു ഫ്ലോ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെറിയ ഒരു വലിച്ചിൽ അവിടെ നിൽക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നോർമൽ ഒരു അഫെയർ ആണെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളെ ലോങ് ടേം റിലേഷൻഷിപ്പിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വളരെയധികം താല്പര്യമുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ടുള്ള ഒരു നോർമൽ ഒരു ലൈഫിനൊക്കെ വേണ്ടി. ഈ ഒരു നിങ്ങളുടെ ഇടയിൽ ചില സമയത്ത് പ്രോബ്ലംസൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻ കംപ്ലീറ്റ്ലി ഇതിനൊരു എൻഡായി, പിന്നെ എന്താണ് എല്ലാം ഈ ഒരു ഇതിനി മുന്നോട്ട് പോവില്ല, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളാണ് ആ ഒരു പേഴ്സണിൻ്റെ ലൈഫിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് തന്നെ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ ആ ഒരു പേഴ്സൺ തകർന്നു പോകുന്നൊരവസ്ഥയാണ് ചിലപ്പോൾ നമ്മളെ കാണിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഉള്ളിൽ മരിച്ചൊരവസ്ഥ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോകും, നിങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്പ് ആവും, ഇതൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളത്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിലൊരു വലിയൊരു സെലിബ്രേഷനും കാര്യങ്ങളും, ഇപ്പോൾ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊരു മാരേജിനൊക്കെ ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫ് ഭയങ്കര നല്ല രീതിയിൽ മാരീഡ് ലൈഫും നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ നല്ല രീതിയിൽ ഉള്ളൊരു ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് കേൾക്കാനും അല്ലെങ്കിൽ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് വിഷമങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം വന്നാലും അതിനോടൊപ്പം തന്നെ അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള വേറൊരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ. അപ്പോൾ ഈ ഒരു പേഴ്സണിന് നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ, പക്ഷേ നെക്സ്റ്റ് ടൈം നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വളരെ എന്താ പറയുക, നിങ്ങൾ ഒരു മാരേജിലോട്ട് എത്തുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. പിന്നെ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാലും ഈ ഒരു പേഴ്സൺ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് എല്ലാ തരത്തിലും. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ കൂടെയാണ്. അപ്പോൾ എങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആ ഒരു പേഴ്സൺ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ മാറ്റി ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇനി ആ പേഴ്സൺ അങ്ങനെ തന്നെ ശ്രമിക്കുകയും ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണ് നല്ലതുപോലെ അറിയാം ഈ ഒരു പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല. കാര്യം വെച്ചാൽ നിങ്ങളോട് അത്രയും നല്ല രീതിയിലൊരു ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ലൈഫിൽ എന്തൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു പേഴ്സൺ ഈ ഒരാൾ ഈ നിങ്ങളായിട്ടുള്ളൊരു റിലേഷൻ ഒരു കാരണവശാലും വിടത്തില്ല. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷനായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് തരുന്നത്. സോ എൻ്റെ ഇന്നത്തെ റീഡിങ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ ബ്യൂട്ടിഫുൾ സോൾ ഫാമിലി.